സുഹൃത്തുക്കളെ, ഇതാണ് തേയിലത്തോട്ടങ്ങളും അരുവികളും കാടിനു സമീപമായി സ്ഥിതി ചെയ്യുന്ന പുൽപ്പാറ. വഴിയോരങ്ങളിൽ തലയുയർത്തി നിൽക്കുന്ന തെങ്ങിൻതോപ്പുകളും ദൂരെ ഒറ്റയിട്ട് നിൽക്കുന്ന കവുങ്ങുകളും മരങ്ങളും കുറ്റിച്ചെടികളും നിറഞ്ഞ ഈ പ്രകൃതിരമണീയമായ പുൽപ്പാറ എന്ന നാട്. ഈ കാഴ്ചകളെല്ലാം എന്നേക്കുമായി ഇവിടെ അസ്തമിക്കുകയാണ്. കാരണം ഇവിടെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സർക്കാർ നിർമ്മിച്ചു നൽകുന്ന വീടുകളും ടൗൺഷിപ്പും ഇവിടെയാണ് വരുന്നത്. ആദ്യം അല്പം മന്ദഗതിയിലായിരുന്നെങ്കിലും ഇപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ഇവിടെ പണി നടക്കുന്നത്. ഈ മണ്ണിന് എത്രത്തോളം കരുത്തുണ്ട് എന്നറിയാൻ ഇവിടെ സോയിൽ ടെസ്റ്റിംഗ് നടക്കുന്നത് കാണാം. തകൃതിയായ പണികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങ് ദൂരെ കാണുന്നതാണ് നിർമ്മിച്ചു നൽകുന്ന വീടുകൾ. ടൗൺഷിപ്പിന്റെ ഭാഗമായി ഇവിടെ തകൃതിയായ പണികൾ നടക്കുന്നതിനാൽ ഇവിടുത്തെ റോഡുകൾ ആകെ മോശമാവുകയും ജനങ്ങൾ ദുരിതമനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെതിരെ ഇവിടുത്തെ നാട്ടുകാർ ശക്തമായ പ്രതിഷേധ സമരങ്ങൾ നടത്തിയതിന്റെ ഭാഗമായി റോഡ് നിർമ്മാണം ഇവിടെ ശക്തമായിരിക്കുകയാണ്. ഈ പുനരധിവാസത്തിന്റെ ഭാഗമായി വരുന്ന ടൗൺഷിപ്പ് വരുന്നത് കൽപ്പറ്റ പുൽപ്പാറ എൽസൺ എസ്റ്റേറ്റിലാണ്. ഈ കാണുന്നതാണ് കൽപ്പറ്റ പുൽപ്പാറ റോഡ്. ഈ JCB നിൽക്കുന്ന ഈ ഭാഗം വരെയാണ് പുതുതായി വീതി കൂട്ടുന്ന ഭാഗം. ഇത്രയും വീതി കൂടിയ വലിയൊരു റോഡാണ് ഇതിലെ വരാൻ പോകുന്നത്. ഈ JCB നിൽക്കുന്ന ഭാഗത്ത് കല്ല് വെച്ച് കെട്ടി പൊന്തിച്ച് ഇത്രയും ഉയരമാക്കിയിട്ടാണ് റോഡ് നിർമ്മിക്കേണ്ടത്. ഏതായാലും ഇവിടുത്തെ പണികളെല്ലാം തകൃതിയായി നടക്കുന്നു. 1000 സ്ക്വയർ ഫീറ്റുള്ള വീടാണ് ഇവിടെ നിർമ്മിച്ചു നൽകുന്നത്. ഒരു നില വീടാണ് നൽകുന്നതെങ്കിലും മുകളിലേക്ക് ഒരു നില കൂടി എടുക്കാൻ പറ്റുന്ന വിധത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് എന്നാണ് അധികൃതർ പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ നല്ല അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു അറിവുമായി ഉടനെ കാണാം. എല്ലാ സുഹൃത്തുക്കൾക്കും ശുഭദിനം.